നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കന്നിക്കൂറുകാരായ ഉത്രത്തിന്റെ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, അത്തം ചിത്തിരയുടെ ആദ്യ 2 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിലും ബുധക്ഷേത്രമായ മിഥുനത്തിലും സഞ്ചരിക്കുന്ന മാസമാണ്. സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ 16-ാം തീയതിക്ക് ശേഷം മിഥുനത്തിലേക്കും സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശിയിലും ബുധൻ നിലവിൽ ചിങ്ങം രാശിയിലും, എന്നാൽ സെപ്റ്റംബർ മാസം 15-ാം തീയതിയോടുകൂടി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു. ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിലും സെപ്റ്റംബർ 15-ാം തീയതിക്ക് ശേഷം ചിങ്ങം രാശിയിലും സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇത്തരം ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. സെപ്റ്റംബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത്. ശേഷം മാസഫലം പറയുന്നതാണ്. സെപ്റ്റംബർ 2, 4 എന്നീ തീയതികൾ വിവാഹത്തിനും സെപ്റ്റംബർ 4, 5 എന്നീ തീയതികൾ പേരിടുന്നതിനും കാതുകുത്തുന്നതിനും സെപ്റ്റംബർ 4, 5, 11, 19, 22, 24 എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ 4, 5, 7, 11, 14, 17, 22, 24 എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും സെപ്റ്റംബർ 11, 14, 17, 24 എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ 17 ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ്. ഇനി കന്നിക്കൂറുകാരായ ഉത്രത്തിന്റെ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, അത്തം ചിത്തിരയുടെ ആദ്യ 2 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ 12-ലെ സ്ഥിതി നിമിത്തം ത്വക്ക് രോഗങ്ങളോ ഉദരരോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും. വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകുന്നത് നല്ലതായിരിക്കും. സൂര്യൻ 12-ൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ സംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ. കമിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും. കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ സ്ഥിതിയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് തന്റെ വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അധികാരങ്ങൾ കൈപ്പറ്റുന്നതിനും സെപ്റ്റംബർ മാസത്തിൽ ഇടയാകും. ജോലി സംബന്ധമായി തന്റെ വീട്, ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപെട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം. സൂര്യൻ 17-ാം തീയതി ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്കത്ര ഗുണപ്രദമല്ല. എന്നിരുന്നാലും 12-ൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഇവർക്ക് ജോലി സംബന്ധമായോ മറ്റോ അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും. ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തത് നിമിത്തമോ മറ്റോ പലവിധേന ഉദരരോഗം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ജോലി സ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും. എന്നാൽ നേതൃസ്ഥാനം വഹിക്കുന്നവർക്ക് നല്ല കാലമാണ്. കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും. ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും. കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥാനത്തേക്ക് ജോലിമാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. കന്നിക്കൂറുകാർക്ക് ശുക്രൻ സെപ്റ്റംബർ മാസത്തിൽ
11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ്. ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ്. കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും. PSC എല്ലാം എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും ശുക്രൻ 11ൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകും. ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും. നിധിലാഭം, വാഹനലാഭം കൂടാതെ പ്രണയ സാഫല്യവും 11ലെ ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതാണ്. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും ഇടയാകും. ഇവർക്ക് ലോട്ടറി, ഊഹക്കച്ചവടം, വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും. ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല, സത്യവും സദാചാര ബോധവും ഉള്ളവരായി മാറും. സെപ്റ്റംബർ 15-ാം തീയതിയോടുകൂടി ശുക്രൻ ഇവരുടെ 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. കന്നിക്കൂറുകാർക്ക് ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും, എങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം. ഇവർ സൽസ്വഭാവികളും ദാനശീലരും ഉള്ളവരായി മാറും. ചിലവുകൾ വന്ന് ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഒരു പക്ഷേ ജോലി സംബന്ധമായോ മറ്റോ ബന്ധുക്കളെയും മറ്റും പിരിഞ്ഞു താമസിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാം. വസ്ത്ര സംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ല ഇത്. നിലവിൽ ബുധൻ ഇവരുടെ 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ പല വിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും. ബിസിനസ്, വ്യാപാര സംബന്ധമായി വലുതായ ചെലവുകൾ ഏറ്റെടുക്കാതിരിക്കുന്നതാകും സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നല്ലത്. എന്നാൽ 15-ാം തീയതിയോടുകൂടി ബുധൻ തന്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും, എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ്. പൊതുമേഖലയിലും IT മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ സമയമാണിത്. എന്നാൽ ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിലിറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും. കന്നിക്കൂറുകാർക്ക് 13-ാം തീയതി വരെയുള്ള ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം കയ്യിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. അതിനാൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തുക. ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട്, അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. എന്നാൽ കന്നിക്കൂറുകാർക്ക് ചൊവ്വ സെപ്റ്റംബർ 13-ന് രാശി മാറി 2ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഗുണപ്രദമല്ല. അതിനാൽ തന്നെ സെപ്റ്റംബർ 13-ന് ശേഷം കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ്. ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും. ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം. അതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം. സെപ്റ്റംബർ മാസത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ്. അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിതശൈലി സ്വീകരിക്കേണ്ടതാണ്. നിലവിൽ വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നത് ഇവർക്കത്ര ഗുണപ്രദമല്ല. ഗോചരവശാൽ 10-ലെ വ്യാഴം ദോഷപ്രദനാണ്. ഈ കാലഘട്ടത്തിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും
ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും, കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും നിർബന്ധിതനാകുകയും ചെയ്യും. എന്നാൽ ഇവർക്ക് വ്യാഴം 10 സഞ്ചരിക്കുന്ന സമയത്ത് സർക്കാർ ജോലി ലഭിക്കുന്നതിന് യോഗം ഉണ്ടായിരിക്കും. കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ പണവും ചിലവഴിക്കും. അവർ പഠനാവശ്യത്തിനായോ ജോലി ആവശ്യത്തിനായോ വീട്ടിൽ നിന്നും ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനിടയാകുകയും ഒരത്യാവശ്യത്തിന് പുത്രന്മാരുടെ സഹായം ലഭിക്കാത്തൊരവസ്ഥ സംജാതമാകുകയും ചെയ്യും. എന്നാൽ 10 വ്യാഴം പലവിധ മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിനായി ഈ വ്യക്തിയെ കൊണ്ട് പരിശ്രമിപ്പിക്കുകയും കുറെയൊക്കെ വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ്. ഇവരുടെ സ്നേഹിതന്മാർ ഇവരോട് അസൂയ പ്രകടിപ്പിക്കുന്നതിന് ഇടയാകുകയും അവർ നിമിത്തം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സ്ഥിതിയും സംജാതമാകും. വളരെ അമൂല്യങ്ങളായ കലാവിദ്യകളും മറ്റും ഈ കാലഘട്ടത്തിൽ ഇവർ പഠിക്കാൻ ഇടയാകും. യാതൊരു കാരണവുമില്ലാതെ വെറുതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും യാത്രാ ദുരിതങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായും വരും. മേൽ പറഞ്ഞത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത 1 വർഷത്തേക്കുള്ള പൊതുഫലമാണ്. അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ ഉടനെ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. കന്യക്കൂറുകാർക്ക് ശനി 7ാം ഭാവത്തിലായതിനാൽ വിരഹവിയോഗാദികൾ ഉണ്ടാകും. എന്നാൽ പങ്കുകച്ചവടത്തിൽ നിന്നും ആദായം കുറയുകയും കോടതി വ്യവഹാരങ്ങൾ വന്നുപെടാനും സാധ്യതയുണ്ട്. കോൺട്രാക്റ്റുകൾ പുതുക്കി കിട്ടാൻ കാലതാമസം ഉണ്ടാകുകയും ചെയ്യും. കൂടാതെ ഈ സമയങ്ങളിൽ അന്യഭാഷകൾ പഠിക്കുന്നതിനും അവസരമുണ്ടാകും. പൊതുവെ ഒരു ഉദാസഭാവം ഇവർ പ്രകടിപ്പിക്കും. കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാക്കാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ വിപരീത ഫലങ്ങൾ അനുഭവപ്പെടാൻ ഇടയായേക്കും. ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനിദോഷം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല. എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുത്.